ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധമേഴാം അധ്യായം. സൂത ഉവാച ആധർവവിത്സുമന്ദുശ്ച ശിഷ്യം അധ്യാപയത്സ്വകാം സംഹിതാം സോപിപഥ്യായ വേദദർശായ ഉക്തവാൻ. അധർവവിത്തായിട്ടുള്ള സുമന്തു സ്വകാം സംഹിതാം തൻ്റെ സംഹിത ശിഷ്യനെ അധ്യാപനം ചെയ്യിച്ചു. സാപി അവനും പഥ്യനായിക്കൊണ്ടും വേദദർശായ ച വേദദർശനായിക്കൊണ്ട് ഉക്തവാൻ ഉപദേശൂതം പറഞ്ഞു. അപ്പോൾ ഋഗ്, യജസ്, സാമം ഈ വേദവിഭാഗങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലേ. അതിനുശേഷം ക്രമാഗതമായിട്ടുള്ള അഥർവവേദ വിഭാഗം പറയാണ് ഇവിടെ. അപ്പോൾ അഥർവവേദം പഠിച്ച സുമന്തു അദ്ദേഹത്തിൻ്റെ ശാഖയെ കബന്ധന് പേരായിട്ടുള്ള തൻ്റെ ശിഷ്യനെ പഠിപ്പിച്ചു. അദ്ദേഹം കബന്ധന ശിഷ്യരെ രണ്ടാക്കി വിഭജിച്ച് പഥ്യനും വേദദർശനെന്നും പേരായിട്ടുള്ള രണ്ട് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു. അപ്പോൾ അതിനെപ്പറ്റി വൈഷ്ണവപുരാണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ. അഥർവവേദം സുമതി സുമന്തുർ അമിതദ്യുതി ശിഷ്യം അധ്യാപയാമാസ കബന്ധം സൂപി തദ്വിധാം കൃത്വാദു വേദദർശായ തഥാപഥ്യായ ദത്തവാൻ. സാരം. അപ്പോൾ ശോഭന ബുദ്ധിശാലിയും തപപ്രതാപയുക്തനും അഥർവവേദം അറിഞ്ഞിട്ടുള്ള സുമന്തു തൻ്റെ ശാഖയെ കബന്ധന് വരെ തൻ്റെ സുമന്തുവിൻ്റെ ശിഷ്യനെ പഠിപ്പിച്ചു. അദ്ദേഹം അതിനെ രണ്ടായി വിഭജിച്ച് വേദദർശനും പഥ്യന് പേരായ രണ്ട് മുനിമാരെ അഭ്യസിപ്പിച്ചു. ശൗക്ലായനിർ ബ്രഹ്മബലിർ മോദോഷ പിപ്പലായനീ വേദദർശസ്യ ശിഷ്യാസ്തേ പഥ്യശിഷ്യാൻ അധോശൃണു കുമുദ ശുനഗോ ബ്രഹ്മൻ ജാജലിശ്ചാപ്യ അഥർവവിത്. കബന്ധ ശിഷ്യരായിട്ടുള്ള വേദദർശൻ, പഥ്യൻ എന്ന ഈ രണ്ട് പേരിൽ വേദദർശൻ തൻ്റെ ശാഖ നാലായി വിഭജിച്ച് ശൗക്ലായനി, ബ്രഹ്മബലി, മോദോഷൻ, പിപ്പലായനി എന്ന പേരായിട്ടുള്ള 4 ശിഷ്യരെ പഠിപ്പിച്ചു. അതിൽ പഥ്യൻ്റെ ശിഷ്യരെ പറ്റി പറയാം. ശ്രദ്ധയോടെ കേട്ടോളൂ. ഹേ ബ്രാഹ്മണോത്തമ, കുമുദൻ, ശുനകൻ, ജാജലി ഈ 3 പേര് ആണ് പഥ്യശിഷ്യന്മാരായിട്ടുള്ള അഥർവവേദ വിത്തുകൾ. ബഭ്രൂ ശിഷ്യു അധാംഗിരസ സൈന്ധവായനയേവ ച അധീയേതാം സംഹിതേ ദ്വേ സവർണാധ്യാഃ തഥാ പരേ. അങ്കിരസിൻ്റെ ശുനക മഹർഷിയുടെ ശിഷ്യരിൽ ബഭ്രുവും സൈന്ധവായനുമാണ്. ശുനകൻ തൻ്റെ സംഹിത രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഈ രണ്ടുപേരെ അധ്യയനം ചെയ്യിച്ചു. അപ്പോൾ സൈന്ധവായന ശിഷ്യന്മാരായിട്ടുള്ള സാവർണി മുലായൂരും അഥർവ വേദശാഖകൾ അഭ്യസിച്ചു. ശുനകനെയാണ് ഇവിടെ അങ്കിരസ് എന്നുള്ള പേരുകൊണ്ട് സംജ്ഞ കൊണ്ട് നിർദ്ദേശിച്ചെന്ന് മറ്റു ചില പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്നു. ശുനകസ്തു ദ്വിധാ കൃത്വാ ദദാ വൈകാം തു ബഭ്രവേ ദ്വിതീയാം സംഹിതാം പ്രാതാത് സൈന്ധവായന. ഇനി എന്ന ശ്ലോകത്താൽ ശുനകൻ തൻ്റെ സംഹിത രണ്ടായി വിഭജിച്ച് ബഭ്രു, സൈന്ധവായൻ വരെയായിട്ടുള്ള 2 ശിഷ്യരെ പഠിപ്പിച്ചു എന്ന് കാണുന്നു. നക്ഷത്രകൽപ്പ ശാന്തിശ്ച കശ്യപാഃ അങ്കിരസാദയാഃ ഏതേ അഥർവണാചാര്യാഃ ശൃണു പൗരാണികാൻ മുനെ. ഇപ്പോൾ നക്ഷത്രകൽപ്പൻ, ശാന്തികൽപ്പൻ, കശ്യപൻ, അങ്കിരസൻ ഇവരൊക്കെ ശുനകൻ്റെ ശിഷ്യന്മാരാണ്. ഹേ മഹർഷി, ഇവരെല്ലാവരും അഥർവവേദശാഖകളെ വിഭജിച്ച് ശിഷ്യരെ അഭ്യസിച്ച ആചാര്യന്മാരാ. ഇനി പുരാണാചാര്യന്മാരെ പറയാം, കേട്ടോളൂ. നക്ഷത്രകൽപ്പം, ശാന്തികൽപ്പം ഈ കൽപ്പങ്ങളെ കൽപ്പിച്ചവരായതുകൊണ്ട് ആ പേര് അവർക്കുണ്ടായി. അതിനു മുമ്പ് അവർക്കുണ്ടായിരുന്ന പേരെന്താണെന്ന് ഇവിടെ കാണുന്നില്ല. നക്ഷത്രകൽപ്പോ വേദാനാം സംഹിതാനാം തഥൈവ ച ചതുർത്ഥ സ്യാത്
അങ്കിരസ ശാന്തികൽപ്പശ്ച പഞ്ചമ എന്ന ശ്ലോകം കൊണ്ടാണ് നക്ഷത്രകൽപ്പ ശാന്തികൽപ്പന്മാർ ശുനശിഷ്യന്മാരാന്ന് പറഞ്ഞ് വേദാചാര്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അവരും ശാഖാഭേദങ്ങളെയും കൽപ്പനകളെയും ചെയ്തവരാന്ന് നിശ്ചയിച്ചേക്കുന്നു. അപ്പോൾ വേദസാരങ്ങളെ തന്നെ കുറച്ചുകൂടി വിസ്തരിച്ചും ലളിതമായിട്ടും ആകർഷകമായിട്ടും ഋഷീശ്വരന്മാർ നിർമ്മിച്ച ഗ്രന്ഥങ്ങളാണ് പുരാണങ്ങൾ. അതുകൊണ്ടാണ് വേദവിഭാഗങ്ങളെ പറഞ്ഞ ഉടനെ പുരാണ വിഭാഗങ്ങൾ കേട്ടുള്ളൂ എന്നുള്ള വാക്യത്താൽ സൂതൻ ശൗനകാദികളെ പ്രോത്സാഹിപ്പിച്ചത്. ഇനി പുരാണാചാര്യന്മാരെ പറ്റിയാണ് പറയാൻ പോണേ. ത്രൈയാരുണീ കശ്യപശ്ച സാവർണിർ ആകൃത വ്രണാ വൈശമ്പായന ഹരിതൗ ഷഡ്വൈ പൗരാണിക ഇമേ. ത്രയ്യാരുണി കശ്യപൻ, സാവർണി അകൃതവ്രണൻ, വൈശമ്പായനൻ, ഹാരിതൻ. ഈ 6 പേര് പുരാണാചാര്യന്മാരാണ്, പൗരാണികാചാര്യന്മാരാണ്. അധീയന്ത വ്യാസശിഷ്യാദ് സംഹിതാം മത്പിതുർമുഖാദ് ഏകൈകാം അഹമേതേഷാം ശിഷ്യാ സർവാഹ സമധ്യകാം. വ്യാസശിഷ്യനായിട്ടുള്ള മത്പിതു മുഖാദ്, എൻ്റെ അച്ഛൻ്റെ മുഖത്തുനിന്ന് ഏകൈകാം സംഹിത, ഓരോരോ സംഹിത അധീയന്ത അവർ അധ്യയനം ചെയ്തു. ഏകദേശം ഇവരുടെ ശിഷ്യനായിട്ടുള്ള ഞാൻ സർവ എല്ലാറ്റിനെയും സമധ്യകാം പഠിച്ചു. അപ്പോൾ പുരാണകർത്താവായിട്ടുള്ള വ്യാസഭഗവാൻ ആദ്യമായി 6 സംഹിതകൾ നിർമ്മിച്ചിട്ട് എൻ്റെ അച്ഛനായിട്ടുള്ള രോമഹർഷണനാണ് നൽകിയത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ത്രയ്യാരുണി കശ്യപൻ, സാവർണി അകൃതവ്രണൻ, വൈശമ്പായൻ, ഹാരീതൻ, ഈ ഓരോരുത്തരെയും ഓരോ പുരാണ സംഹിത എൻ്റെ അച്ഛനങ്ങോട്ട് പഠിപ്പിച്ചു. ഞാൻ ഈ 6 പേരുടെയും ശിഷ്യനായതുകൊണ്ട് സർവവും പഠിച്ചു. കശ്യപോഹം ച സാവർണി രാമശിഷ്യു അകൃതവ്രണ അധീമഹി വ്യാസശിഷ്യ ശതശ്രൂഹു മൂലസംഹിത. കശ്യപൻ ഞാൻ സൂതനെ, സാവർണി രാമശിഷ്യനായിട്ടുള്ള അകൃതവ്രണൻ, ഈ 4 പേര് വ്യാസശിഷ്യനിൽ നിന്ന് 4 മൂലസംഹിതകൾ അധ്യയനം ചെയ്തപ്പോൾ മൂലസംഹിതകൾ എന്നുള്ള ശബ്ദത്താൽ സംഹിതകൾ അനേകമുണ്ടെന്ന് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നു. പുരാണലക്ഷണം ബ്രഹ്മൻ ബ്രഹ്മർഷിർ ഭർനിരൂപിതം ശൃണുഷു ബുദ്ധിമാശ്രിത്യ വേദശാസ്ത്രാനു ശാരദ ബ്രഹ്മൻ ഹേ. ബ്രാഹ്മണശ്രേഷ്ഠ ബ്രഹ്മർഷിഭി നിരൂപിതം, ബ്രഹ്മർഷികളാൽ നിരൂപിക്കപ്പെട്ടേക്കണ പുരാണലക്ഷണം, പുരാണ ലക്ഷണത്തെ ബുദ്ധിയെ ആശ്രയിച്ചിട്ട് വേദശാസ്ത്രാനുസാരത, വേദശാസ്ത്രങ്ങളനുസരിച്ച് ശ്രവിച്ചോളൂ എന്ന് പറയും. ബ്രഹ്മജ്ഞനായിട്ടുള്ളവനെ ബ്രഹ്മസ്വരൂപത്തിൽ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷിമാർ ഗുണദോഷങ്ങളെ, വിധി നിഷേധങ്ങളെ വേദത്തിൽ പ്രതിപാദിച്ച രീതിക്ക് വിരോധം ഇടവരാത്ത വിധം നിരൂപണം ചെയ്ത് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന പുരാണ ലക്ഷണത്തെ മനസ്സിരുത്തി ശാസ്ത്രാനുസരണം കേട്ട് മനസ്സിലായിക്കോളൂ. ശ്രീ ശുഗമുനിക്കും പരീക്ഷിത്ത് മഹാരാജനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ പുരാണ ലക്ഷണം പറഞ്ഞിരിക്കണമെങ്കിലും അതിലുള്ള ഭേദങ്ങൾ വിവരിച്ച് പറയാമെന്നുള്ള അഭിപ്രായത്തോടു കൂടി വീണ്ടും പറയുകയാണ്. വേദശാസ്ത്രാനുസാരത എന്ന പദത്തെ ബ്രഹ്മർഷികൾ പുരാണത്തിന് ലക്ഷണം കൽപ്പിച്ചുകൊണ്ട് വേദത്തിലും ശാസ്ത്രത്തിലും പ്രതിപാദിച്ചേക്കുന്ന വിഷയങ്ങൾക്കും ന്യായങ്ങൾക്കും വിരോധം വരാത്ത രീതിയെ ആശ്രയിച്ചിട്ടാണെന്ന് കാണിക്കുന്നു പുരാണങ്ങൾ. അതേ പദത്തെ ശൃണുഷ്വ എന്നുള്ള ക്രിയാപദത്തിനും വിശേഷണമായിട്ട് എടുക്കണം. ഇതിനാ വെച്ചാൽ ശ്രവിക്കുമ്പോൾ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന പുരാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കഥാസാരം വേദശാസ്ത്രങ്ങളെ അനുസരിക്കണമാണോ അതോ വേദശാസ്ത്രങ്ങളെ അതിക്രമിക്കണമാണോ ദുഷിപ്പിക്കണമാണോ വേദവിരുദ്ധമാണോ എന്നുള്ള സംഗതികൾ നിരൂപണം ചെയ്യണം. വേദശാസ്ത്രസമ്മതമല്ലാത്ത വല്ല ഭാഗങ്ങളുണ്ട് തോന്നിയാൽ ബലാബലങ്ങൾ നിർണ്ണയിക്കുകയും വേദത്തിന് പുരാണത്തേക്കാൾ ബലം കൽപ്പിക്കുകയും വേണം. അഥവാ വേദാനുസാരണമല്ല എന്ന് തോന്നിയത് ബുദ്ധിദോഷം കൊണ്ടോ കർത്തൃദോഷം കൊണ്ടോ വ്യാഖ്യാതൃദോഷം കൊണ്ടോ എന്നുള്ള ശങ്കാസമാധാനങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ, അതിന് സമാധാനം വരുത്തിക്കൊണ്ട് തന്നെ തീർച്ചപ്പെടുത്തണം. അല്ലാണ്ട് യഥാശ്രുതമായിരിക്കണം അർത്ഥം വേദശാസ്ത്ര വിരുദ്ധമായിരുന്നാലും അതിനെ അതേവിധം വിശ്വസിക്കേണ്ടെന്ന് നിശ്ചയിക്കേണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേദശാസ്ത്രാനുസാരത എന്ന പദത്തെ 2 ദിക്കിലും വിശേഷണമായിട്ട് എടുക്കണമെന്ന് നിശ്ചയിച്ചത്. അപ്പോൾ വേദം, സ്മൃതി, കൽപ്പം, പുരാണം ഇങ്ങനെ പദവി അനുസരിച്ച് മൃദുവാക്കി തുടങ്ങിയപ്പോൾ ദേശകാലാനുസാരം അനുസരിച്ച് രുചികരങ്ങളായിട്ടുള്ള ചില മാർഗങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പരമപുരുഷാർത്ഥാണ്
സാധ്യം കിട്ടുന്നുണ്ട്. അതിനുള്ള സാധനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഉദ്ദേശത്തിന് വിരോധം വരാത്ത വിധത്തിൽ, പുരുഷാർത്ഥ മോക്ഷം വരാത്ത വിധത്തിൽ കൽപ്പന ചെയ്യാവുന്നതല്ലാണ്ട് മൂലച്ഛേദം വരുന്ന കൽപ്പനകൾ കിട്ടിയിട്ടുണ്ട് കാണുന്ന ദിക്ക് മനസ്സിരുത്തിയിട്ടേ സ്വീകരിക്കാവൂ എന്ന് സിദ്ധാന്തിച്ചേക്കണോ എന്ന് മാത്രമേ ഈ വിഭാഗത്തെക്കുറിച്ച് ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇതിൻ്റെ അന്തർഭാഗത്തിൽ ലയിച്ചെടുക്കുന്ന പൂർവാപര കാര്യങ്ങൾ വാചകമഹാശയന്മാർ സ്വയമേവ നിരൂപണം ചെയ്യുന്നു കരുതി ഉപരിപ്രകൃതത്തെ തുടർന്നു. സർഗോ അസ്യാധ വിസർഗശ്ച വൃത്തിരക്ഷാന്തരാണി ച വംശോ വംശാനുചരിതം സംസ്ഥാഹേതുർ അപാശയാ ദശഭിർലക്ഷണൈർയുക്തം പുരാണം തദ്വിദോ വിദൂ കേചിത് പഞ്ചവിധം ബ്രഹ്മൻ മഹത് അല്പവ്യവസ്ഥയാസ്യ. ഇതിൻ്റെ സംസ്ഥാനിരോധം ഹേതുവാസന ദശഭിലക്ഷണൈ 10 വിധം ലക്ഷണങ്ങളോട് യുക്തത യോജിച്ചിരിക്കണേന് പുരാണം എന്ന് തദ്വിധ അതിനെ അറിയണൊരു വിധു അറിയണു. ഹേ ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞനായിട്ടുള്ളവന് കേചിത് ചിലർ മഹത് അല്പവ്യവസ്ഥയാ, മഹത്ത് അല്പം ഈ വ്യവസ്ഥയോടുകൂടി 5 ലക്ഷണങ്ങൾ അടങ്ങിയതെന്നും ഇതും അറിയുന്നു. ഈ കാണപ്പെടുന്ന ചരാചരാത്മകമായിട്ടുള്ള ലോകത്തിൻ്റെ സർഗം വിസർഗം വൃത്തി രക്ഷണം മന്വന്തരം വംശം വംശീയന്മാരുടെ ചരിതം പ്രളയം സൃഷ്ടിക്കുകാരനായിട്ടുള്ള ജീവരാശികളുടെ കർമ്മവാസനാഭേദം ആത്യന്തിക മുക്തി ഒന്നോടെ പറയാം. പുരാണത്തിൻ്റെ ലക്ഷണം സർഗമുണ്ട്, വിസർഗമുണ്ട്, വൃത്തിയുണ്ട്, രക്ഷണമുണ്ട്, മന്വന്തരമുണ്ട്, വംശമുണ്ട്, വംശീയന്മാരുടെ ചരിതമുണ്ട്, പ്രളയം സൃഷ്ടിക്കുകാരനായിട്ടുള്ള ജീവരാശികളുടെ കർമ്മവാസനാഭേദം, ആത്യന്തിക മുക്തി, ഇങ്ങനെ 10 വിധ ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം എന്ന് പുരാണ സംഹിതയിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ച ആചാര്യന്മാർ നിശ്ചയിച്ചേക്കുന്നു. ചില ആചാര്യങ്ങൾ 10 വിധം ലക്ഷണങ്ങൾ കഴിഞ്ഞ് മഹാപുരാണമെന്നും സർഗം പ്രതിസർഗം വംശം മന്വന്തരം വംശാനുചരിതം ഈ 5 വിധം ലക്ഷണങ്ങൾ അടങ്ങിയിരിക്കണം ഉപപുരാണങ്ങളാണെന്നും തീർച്ചപ്പെടുത്തിയിരിക്കണം. ആരംഭത്തിൽ അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തരേശാനുകഥാ നിരോധോ മുക്തിർ ആശ്രയ എന്ന ലക്ഷണം ചെയ്തതിനും ഇവിടെ പറഞ്ഞ ലക്ഷണങ്ങൾക്കും സമന്വയമില്ല എന്ന് ധരിക്കണം. സ്ഥാനം പോഷണം എന്നാദ്യം പറഞ്ഞ ശബ്ദങ്ങളുടെ സ്ഥാനത്ത് അതേ അർത്ഥം ധരിപ്പിക്കുന്ന വൃത്തിരക്ഷണം എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചേക്കണേ. അന്തരാണി എന്നുള്ള ശബ്ദത്താൽ മന്വന്തരങ്ങളെയും വംശാനുചരിതം വംശാനുചരിതം എന്നുള്ള ശബ്ദത്തിൽ ഈശ്വരാനുകഥ എന്നുള്ള ശബ്ദത്തെയും സംസ്ഥാ എന്നുള്ള പദത്താൽ നിരോധ എന്നുള്ള ശബ്ദത്തെയും ഹേതു എന്നുള്ള പദത്താൽ ജീവനെ ആശ്രയിച്ചിരിക്കുന്ന വാസന എന്നുള്ള ശബ്ദത്താൽ വാച്യായിരിക്കണം ഊതി എന്നുള്ള വാക്കിനെയും ഒതുക്കിയിരിക്കണം. അതുകൊണ്ട് ലക്ഷണം പറഞ്ഞിട്ടുള്ളതിൽ അന്യോന്യവിരോധം നേരിട്ടിട്ടില്ല. ഉപപുരാണങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രമേ വിശേഷവിധിയുള്ളൂ. അവ്യാകൃത ഗുണക്ഷോഭാൻ മഹത ത്രിവിധോ അഹമഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം സംഭവസർഗ ഉച്ചത. അവ്യാകൃത ഗുണക്ഷോഭാത് അവ്യാകൃതത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളുടെ ക്ഷോഭം മൂലം ഉണ്ടായ മഹത്തത്വത്തിൽ നിന്ന് ത്രിവിധ അഹമ 3 വിധ അഹങ്കാരം ഭൂതന്മാത്രേന്ദ്രിയാർത്ഥാനം ഭൂതങ്ങൾ മാത്രകൾ സർഗങ്ങൾ ഇന്ദ്രിയങ്ങൾ അർത്ഥങ്ങൾ ഇവയുടെ സംഭവ ഉൽപ്പത്തി സർഗം എന്ന് ഉച്ചതി പറയപ്പെടുന്നു. അപ്പോൾ സർഗം മുതലായതിൻ്റെയൊക്കെ സ്വരൂപം വിവരിക്കുകയാണ്. അവ്യാകൃതെന്നും പ്രധാനെന്നും പറയപ്പെടുന്ന പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന സത്വാദി ഗുണങ്ങൾ സമ്മേളനം പരസ്പരം ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ വികാരത്തിന് മഹത്തത്വത്തിൽ നിന്ന് സാത്വികം രാജസം താമസം തുടങ്ങിയ 3 വിധ അഹങ്കാരങ്ങളും അതിൽ നിന്ന് ശബ്ദാദികളായിട്ടുള്ള സൂക്ഷ്മഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അവയുടെ അർത്ഥങ്ങളായിട്ടുള്ള ഭൂമ്യാദി ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളുടെ ദേവതകളുണ്ടായ സംഗതി വിവരിക്കുന്നതിനാണ് സർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിയുടെ ആദ്യത്തെ പാർട്ട് അത് ഭഗവാനാണല്ലോ ചെയ്യുന്നത്. അതിനെയാണ് പഞ്ചഭൂതങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതാണ് സർഗം എന്ന് പേര് കൊടുത്തേക്കണം. പൂരുഷാനുഗൃഹീതാനാം ഏതേഷാം വാസനാമയ വിസർഗോയം സമാഹാരൂ ബീജാത് ബീജം ചരാചരം. പൂരുഷാനുഗ്രഹീതാനാം പുരുഷനാൽ ഗ്രഹിക്കപ്പെട്ടേക്കണ ഏതേഷാം ഇവയുടെ വാസനാമയ വാസനാസ്വരൂപമായതും സമാഹാര സംഘാതാത്മകമായും ബീജാത് വിത്തിന്ന് ബീജം ഇവ വിത്തിനെ പോലെ ഇരിക്കണ ചരാചരവും യാതൊന്നും അയം ഇത് വിസർഗം എന്ന് പറയപ്പെടുന്നു.
വിസർഗത്തെ വ്യാഖ്യാനിക്കുകയാണ് ഈ പരമപുരുഷനായിട്ടുള്ള മഹേശ്വരനാൽ കടാക്ഷിക്കപ്പെട്ട മഹദാദി തത്വങ്ങളുടെ അന്തർഭാഗത്ത് ലയിച്ചേക്കണ പൂർവകർമ്മവാസന പ്രധാനമായതും കാര്യരൂപേണ പരിണമിച്ചിരിക്കുന്നതുമായിട്ടുള്ള ചരാചര പ്രാണിവർഗം വിത്തീന്ന് വൃക്ഷവും വൃക്ഷത്തിന്ന് വിത്തും എന്ന നിലയിൽ പരമ്പരാക്രമത്തിൽ പ്രവാഹരൂപേണ കാണപ്പെടുന്നതിന് വിസർഗം എന്ന് പറയണു. വസ്തിർഭൂതാനി ഭൂതാനാം ചരാണാം അചരാണി ചഹ കൃതാസ്വേന നൃണാം തത്ര കാമാച്ചോദന യാവിവാഹ പുരാണാം ഭൂതാനാം. ചരങ്ങളായിട്ടുള്ള ഭൂതനങ്ങൾക്ക് ഭൂതാനി അചരാണി ഭൂതങ്ങളും അചരങ്ങളും വൃത്തീകൃതാഹാരം നിശ്ചയിക്കപ്പെട്ടേക്കണം. അത്ര അതിൽ നൃണാം മനുഷ്യർക്ക് സ്വേന സ്വഭാവത്താലോ കാമാത് കാമം മൂലോ ചോദനയാവ അഭിപ്രേരണ കൊണ്ടോ വൃത്തീകൃത വൃത്തി. ഇപ്പോൾ വൃത്തി നിരൂപിക്കുകയാണ്. സഞ്ചരിക്കണ ഭൂതങ്ങൾക്ക് സാമാന്യേന സഞ്ചരിക്കാത്ത ഭൂതങ്ങൾ വ്രീഹ്യവാദികൾ ആഹാരമായിട്ട് ഭവിക്കും അല്ലേ. മനുഷ്യർക്ക് എന്താണ് സഞ്ചരിക്കാത്ത ചെടികളിൽ നിന്നുണ്ടാവുന്ന അരിയും ഗോതമ്പും ഒക്കെ ശർക്കരയൊക്കെ ആഹാരമായിട്ട് ഭവിക്കും. ഭൂതങ്ങൾ വ്രീഹ്യാദി ആഹാരമായിട്ട് ഭവിക്കും. ഇപ്പോൾ ഇതിനൊക്കെ വ്രീഹി എന്താണ് വിത്തുകളാണ് ആഹാരമായിട്ട് ഭവിക്കണേന്ന് തോന്നുന്നു. അപ്പോൾ ദുർലഭമായിട്ട് ചരങ്ങളും പ്രാണിവർഗങ്ങളും ആഹാരമായിട്ട് ഭവിക്കും. അതിൽ മനുഷ്യരാവട്ടെ സ്വഭാവത്തെയും ആഗ്രഹത്തെയും ശാസ്ത്രപ്രേരണത്തെയും അനുസരിച്ച് ചരങ്ങളും അചരങ്ങളും ആഹാരമായിട്ട് ഭവിക്കും. ഇങ്ങനെ ഓരോരോ ഭൂതങ്ങളും മറ്റോരോ ഭൂതങ്ങളെ ആഹാരത്വേന സ്വീകരിച്ച് ജീവിക്കുന്ന സമ്പ്രദായത്തെ വിവരിക്കുന്നതിന് വൃത്തി എന്ന് പറയുന്നു. ജീവോ ജീവസ്യ ജീവനം. ജീവവർഗത്തിന് ഉപജീവന ദ്രവ്യം ജീവവർഗം തന്നെ മറ്റൊരിടത്തും സാമാന്യേന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തി ഒന്നുകൂടെ പറയാം. സഞ്ചരിക്കുന്ന ഭൂതങ്ങൾക്ക് സാമാന്യേന സഞ്ചരിക്കാത്ത ഭൂതങ്ങളാണ് ആഹാരം അല്ലേ. മനുഷ്യർക്ക് ആപ്പിളോ നെല്ലോ തേനോ ചാമയോ ഒക്കെ സഞ്ചരിക്കാത്ത വസ്തുക്കൾ ആഹാരമായിട്ട് വരും. അപ്പോൾ ആഹാരമായിട്ട് ഭവിക്കും. അങ്ങനെ അതിൽ മനുഷ്യർക്കാവട്ടെ സ്വഭാവത്തെ ആഗ്രഹത്തെയും ശാസ്ത്രപ്രേരണയും അനുസരിച്ച് ചരങ്ങളോ അചരങ്ങളോ ആഹാരമായിട്ട് ഭവിക്കും. അങ്ങനെ ഓരോരോ ഭൂതങ്ങളും മറ്റോരോ ഭൂതങ്ങൾ ആഹാരത്വേന സ്വീകരിച്ച് ജീവിക്കുന്ന സമ്പ്രദായത്തെ വിവരിക്കുന്നതിന് വൃത്തി എന്ന് പറയുന്നു. ജീവോ ജീവസ്യ ജീവനം. ജീവൻ്റെ സർഗത്തിന് ഉപജീവന ദ്രവ്യം ജീവവർഗം തന്നെ എന്ന് മറ്റാരേക്കാളും നന്നായി പറഞ്ഞിട്ടുണ്ട്. രക്ഷാച്യുത അവതാരേഹ വിശ്വസ്യാനുയുഗേ യുഗേ തിര്യം മർത്യർഷിദേവേഷു ഹന്യന്തേസ്ത്ര വിഷ തിര്യം മർത്യർഷിദേവേഷു. തിര്യക്കൾ മനുഷ്യർ ഋഷികൾ ദേവന്മാർ ഇവരിൽ അനുയുഗേ യുഗം തോറും അച്യുത അവതാരേഹ അച്യുതൻ്റെ അവതാരങ്ങളും ഇഹകളും വിശ്വസ്യ വിശ്വത്തിൻ്റെ രക്ഷ എന്ന് പറയപ്പെടുന്നു. യാതൊന്നുകളാൽ ത്രയീദ്വിഷ വേദദ്വേഷികൾ ഹനിക്കപ്പെടുന്നു രക്ഷ വിവരിക്കുന്നു. തിര്യക്കുകൾ മനുഷ്യർ ഋഷിമാർ ദേവന്മാർ ഈ വർഗങ്ങളിൽ യുഗം തോറും ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും വിശ്വരക്ഷ ഉദ്ദേശിച്ചിട്ടാണ് നടത്തുന്നത് അല്ലേ. അതിന് രക്ഷ എന്ന് പറയുന്നു. ആ അവതാരമൂർത്തികളാൽ വേദമാർഗത്തെ തടസ്സപ്പെടുത്തുന്ന ലോകശസ്ത്രക്കൾ ഹനിക്കപ്പെടുന്നു. തദ്വാര സജ്ജനങ്ങൾക്ക് സൗഖ്യവും ലോകക്ഷേമവും ഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 14 നിർത്തിയിട്ട് നാളെ 15 തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ